ഇന്നും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലും വരുന്നത്. മിക്സപ്പ് ആയിട്ടാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സാരീസ് ഒരു റീസ്റ്റോക്ക് അപ്ഡേഷൻ വീഡിയോ കേട്ടോ. ടൈപ്പ് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാരീസ് റീസ്റ്റോക്ക് വന്നുകൊണ്ട് ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുന്നത് നേവി ബ്ലൂവിലാണ് ആ ഒരു ത്രെഡ് വുവൻ സ്റ്റൈലുള്ള ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ബഗൽപുരി ലിനനാണ് സാരിയുടെ ഫാബ്രിക്. ചന്തേരിയും ബഗൽപുരി ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. രണ്ട് സൈഡും അപ്പറും ലോവറും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലുള്ള വുവൺ പാറ്റേൺ ആണ്. ഫുൾ ആ ഒരു വുവൺ ഡിസൈൻസ് വന്നിട്ട് സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. ഞാൻ ക്ലോസറിലെ കാണിക്കാം കേട്ടോ. നല്ല പാറ്റേണിലാണ്. ഒരു ഗോൾഡൻ ജെറി വുവൺ പാറ്റേണും ഒരു നേവി ബ്ലൂ കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും ഒരു ത്രെഡ് വ്യൂ വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും പല്ലുവിലും വരുന്നത് ഡിസൈൻസ്. ഇത് വരുമ്പോൾ ഗോൾഡൻ ഒരു ജെറി വെച്ചിട്ടുള്ള പാറ്റേൺ വന്നിട്ട് ആ ഒരു നേവി ബ്ലൂവിലായിരിക്കും ത്രെഡ് വുവൺ സ്റ്റൈലിൽ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യുന്ന ഒരു പാർട്ടി വെയർ സാരി നമുക്ക് പറയാം. നല്ലൊരു ലുക്കിലായിരിക്കും സാരി. ലിനൻ ആയതുകൊണ്ട്, ബഗൽപുരി ലിനൻ ആയതുകൊണ്ട് വളരെ നീറ്റായിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സാണ് വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. പല്ലു ആ ഒരു ത്രെഡ് വീവിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതായിരിക്കും സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ ആ ഒരു വുവൺ സ്റ്റൈലിലായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഈ ഒരു ചിക്കു ടോണിൽ നേവി ബ്ലൂവിലുള്ള ഫ്ലോറൽ ബുട്ടി വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. എല്ലാ സാരീസും നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരി വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ്. ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിൽ മസ്റ്റേർഡ് യെല്ലോയിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. രണ്ട് സൈഡിലും മുന്താണി വരുന്നത് അതേ പാറ്റേൺ തന്നെ. ഫുൾ അതേ ഫ്ലോറൽ ഡിസൈൻസ്. മസ്റ്റേർഡ് യെല്ലോ ടാസൽസ് ആയിരിക്കും കേട്ടോ ഇന്ത്യയിൽ വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഒരു ബാക്ക് സൈഡ് വരുന്നത്. ഈ ഒരു ത്രെഡ് വീവിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന സാരി. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പം ആ ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ തന്നെ ഫ്ലോറൽ ബുട്ടി വർക്കാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ബ്ലൗസ് വരുന്നത്. ത്രെഡ് വീവ് സ്റ്റൈലിലുള്ള ഫ്ലോറൽ ബുട്ടി വർക്ക് വന്നിട്ട് ഈ ഒരു ബോർഡറും വരും. സാരിയുടെ ഒരു സ്ലീവിൽ വരുമ്പോൾ ഈ ഒരു ബോർഡറിലായിരിക്കും വരുന്നത് സ്ലീവ്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. സെമി പാർട്ടി വെയർ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതെല്ലാം വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആട്ടോ സാരിയിൽ വരുന്നത്. പാരറ്റ് ഗ്രീൻ ത്രെഡ് ആണ്. റെഡ് എംബ്രോയിഡറി ആണ് സാരി വരുന്നത്. ഒരു വുവൺ പാറ്റേൺസ് വരുന്നത് ഗ്രീനിലായിരിക്കും. ഇതായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. രണ്ട് സൈഡിലും സെയിം ആ ഒരു വർക്ക്. മുന്തണി സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ്. കേട്ടോ ഒരു റെഡിഷ് പീച്ച് ആണ്. റെഡും പീച്ചും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് ഒരു ത്രെഡ് വുവൻ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ഈ ഒരു ലുക്ക് ആയിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആട്ടോ ഈ സാരീസ്. എന്താണ് ഈ ബോർഡർ എല്ലാം സെയിം സ്റ്റൈൽ ത്രെഡ് വുവൻ പാറ്റേണിൽ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ വിത്ത് ബോർഡർ ആയിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിലാണ് ആ ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും രണ്ട് സൈഡിലും ആ ഫ്ലോറൽ പാറ്റേണും ഒരു ഗോൾഡൻ ജെറിയിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡിസൈൻ്റെ മിഡിൽ വരുമ്പം ഗോൾഡിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരി വരുന്നത്. ബോർഡറും പല്ലും എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതിൻ്റെ ഞാൻ റിവേഴ്സ് സൈഡ് കാണിക്കാം. ഇതായിരിക്കും ഒരു ത്രെഡ് വീവിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ്. നല്ലൊരു ലീഫ് പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് വുവൺ പാറ്റേണിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ റാണി പിങ്ക് ആണ്. റാണി പിങ്കും ഗോൾഡൻ സെറിയും കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. രണ്ട് സൈഡിലും പല്ലു ബ്ലൗസ്. നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻ്റെ കോമ്പിനേഷൻ ടർക്കോയിസ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ടർക്കോയിസ് ഗ്രീനും ഗോൾഡും കൂടിയാട്ടോ സാരി വരുന്നത്. ഗോൾഡിലുള്ള ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ടാവും. ടർക്കോയിസ് ഗ്രീനിലും ആയിരിക്കും ഫുൾ സാരി. ബ്ലൗസ്. നെക്സ്റ്റ് കളർ നേവി ബ്ലൂ. നേവി ബ്ലൂ കേട്ടോ ഫ്ലോറൽ ഡിസൈൻസ്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ബോർഡർ, പല്ലു, ബ്ലൗസ്. പ്യുവർ ദേശി ടെസറിന്റെ അതേ ടെക്സ്ചറിലും ഫീലിലും വരുന്ന സോഫ്റ്റ് സെമി ടെസർ സിൽക്ക് ആട്ടോ വരുന്നത്. നമ്മൾ ആക്ച്വലി ഒരു ഫാബ്രിക് വൈസ് നോക്കുകയാണെങ്കിൽ പ്യുവർ ദേശി ടെസറിന്റെ അതേ ആ ഒരു ഫീലാണ് സാരിക്ക് വരുന്നത്. നല്ല ഫാബ്രിക്കിൽ വരുന്ന നല്ല എലഗൻറ്റ് സാരീസ് ആണ്. പേൾ ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. ഇതും ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ ആ ഒരു കസ്റ്റമേഴ്സിന് വളരെ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാരീസാണ്. കാരണം യങ്സ്റ്റേഴ്സിനാണെങ്കിലും നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്യുവർ ദേശിയുടെ അതേ ഫീൽ തന്നെ കിട്ടുന്നു. അതല്ല ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസും നല്ല പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സാരിയുടെ പാറ്റേണും ഡീറ്റെയിൽസും പറയുകയാണെങ്കിൽ ഇതിൽ ഗോൾഡൻ ജെറി ബുട്ടി വർക്കാണ്. ആ ഒരു പോൾക്ക ഡോട്ടിന്റെ ബുട്ടി വർക്കാണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ലൊരു പാറ്റേണിലാട്ടോ
ഈ ഒരു ലുക്കായിരിക്കും സാരി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കും, അപ്പോൾ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഷുവറായിട്ടും ഇതൊരു പ്യുവർ ദേസി ടെസറിൻ്റെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. കണ്ടോ, ഈ ഒരു സെറി വുമൺ മോട്ടീവ്സ് വരുന്നുണ്ട്. പോൾക്ക ഡോട്ടിലായിരിക്കും സാരിയിലെ ഒരു മോട്ടീവ്സ് വരുന്നത്. എന്താണ് ഒരു പ്ലെയിൻ ലുക്കിലായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്, കാരണം ബോഡി കംപ്ലീറ്റ് ഈ ഒരു പോൾക്ക ഡോട്ടിലായിരിക്കും വരുന്നത്. ബ്ലൗസിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് ഗോൾഡൻ സെറി ഒരു ലൈൻ പാറ്റേണിലാണ്, ഒരു ഡബിൾ ലൈൻ പാറ്റേണിലായിരിക്കും സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടി ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം പേൾ ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് കളറിലെ ബ്ലൗസ് നമുക്ക് ഇതിനോട് ആപ്റ്റ് ആയിരിക്കും. വളരെ നല്ല മെറ്റീരിയൽ ആട്ടോ. പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി അതേ കാറ്റഗറിയിൽ വരുന്ന കേട്ടോ, പ്യുവർ ദേസി ടെസറിന്റെ അതേ ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസർ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആ ഒരു ഡിസൈനും പാറ്റേണിലും ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ചെക്കേർഡ് പാറ്റേണിലാണ് സാരി വരുന്നത്. പേൾ ക്രീമാണ് സാരിയുടെ കളർ കേട്ടോ. ഇതിലൊരു റോസ് ഗോൾഡ് ആണ്, ആ ഒരു സെറി വുമൺ പാറ്റേണിൽ റോസ് ഗോൾഡിലായിരിക്കും ഒരു ചെക്കേർഡ് പാറ്റേൺസ് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്തതിന് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല പാറ്റേണിൽ ഒരു ബ്ലോക്ക് ഡിസൈൻസിലാണ് റോസ് ഗോൾഡിൽ സാരിയുടെ ബോർഡർ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ക്ലോസറിൽ. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. പല്ലു ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഒരു റോസ് ഗോൾഡിൽ തന്നെയുള്ള സെറി വുമൺ ലൈൻ പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതായിരിക്കും കേട്ടോ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ചെക്കേർഡ് ഡിസൈൻസ് വന്നിട്ട് നല്ല പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു സ്ക്വയർ മോട്ടീവ്സിലുള്ള ഒരു സ്മോൾ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ലൈൻ പാറ്റേണിലായിരിക്കും മുന്താണി, ബോഡി വരുന്ന ചെക്കേർഡ് പാറ്റേണിൽ. റണ്ണിങ് ബ്ലൗസ്, ആ ഒരു ലൈൻസിൽ ക്രോസ് ആ ഒരു ലൈൻസും ചെക്സും ആയിട്ട് തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസ് വന്നിട്ട് സെയിം അതേ ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ പാറ്റേണിലാണ് സാരി വരുന്നത് കേട്ടോ. ഇതിൽ നല്ലൊരു ബനാറസി സ്റ്റൈലുള്ള ബോർഡറിലാണ് സാരി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്യുവർ ദേസി ടെസർ സിൽക്കിന്റെ അതേ ആ ഒരു ഫീലും ടെക്സ്ചറും ആട്ടോ സാരി. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കാരണം രണ്ട് സാരി നമ്മൾ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതൊരു ടെസർ സിൽക്കാണെന്ന് തന്നെ പറയുള്ളൂ. പ്യുവറിന്റെ അതേ ആ ഒരു ക്വാളിറ്റിയിലാണ് സാരിയിൽ ആ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ലൈൻ പാറ്റേണിലാണ് കേട്ടോ സാരിയിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പാറ്റേൺസ്. ബോർഡർ ടെമ്പിൾ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. വീഡിയോയിൽ സാരീസ് കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നുമായിരിക്കും. ഫ്ലാഷി അല്ല കേട്ടോ, സാരി മാറ്റ് ഫീൽഡിൽ തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ഡേ ലൈറ്റിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഷോർട്ട് പല്ലു, എല്ലാ സാരീസിനും ആ ഒരു ലൈൻ പാറ്റേൺസിലും ചെക്ക് ഡിസൈൻസിലും ആയിരിക്കും ആ റോസ് ഗോൾഡ് സെറിയിലുള്ള ഷോർട്ട് മുന്താണി വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ്. ഇന്നത്തെ മിക്സപ്പ് കാറ്റഗറിയിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. പേൾ ക്രീമിൽ തന്നെ സോഫ്റ്റ് സെമി ടെസറിൽ ചെക്കേർഡ് പാറ്റേണിൽ തന്നെ ആ ചെക്ക് ഡിസൈൻസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഡ്യുവൽ കോമ്പിനേഷൻ, ഡ്യുവൽ ടോണിലാണ്. ഒരു പേൾ ക്രീം ലൈൻസും വരുന്നുണ്ട്, ഒരു റോസ് ഗോൾഡിലുള്ള ചെക്ക് പാറ്റേണിലും ആയിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് റോസ് ഗോൾഡിൽ തന്നെ ആയിരിക്കും സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. ഈ സാരീസ് എല്ലാം തന്നെ ഡിറ്റോ ആ ഒരു പ്യുവർ ദേസി ടെസറിന്റെ അതേ ഒരു ഫാബ്രിക് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും കണ്ടു ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. നല്ല നീറ്റായിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഫുൾ അതേ ഗോൾഡൻ സെറി ആ ചെക്ക് പാറ്റേൺസ്, ബനാറസി സ്റ്റൈലുള്ള ഡബിൾ സൈഡ് ബോർഡർ, ഷോർട്ട് പല്ലു, ബ്ലൗസ് വരുന്നത് ലൈൻസിലാട്ടോ. ബോഡി വരുന്ന ചെക്ക് പാറ്റേൺസ് വന്നിട്ട് ബോഡി ബ്ലൗസിൽ ആ ഡബിൾ ലൈനും സിംഗിൾ ലൈനും ആ ഒരു കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്.